APL വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് BPL ആക്കി മാറ്റുന്നതിന് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് വെള്ള, നീല എന്നീ കളറുകളിലുള്ള കാർഡ് പിങ്ക് കളറിലുള്ള കാർഡാക്കി മാറ്റുന്നതിനുള്ള അപേക്ഷയാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് വെക്കാൻ സാധിക്കുന്നത്. AAY കാർഡ്, അതായത് മഞ്ഞ കളറിലുള്ള കാർഡാക്കുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായിട്ടല്ല ചെയ്യുന്നത്. അത് സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിൽ BPL കാർഡാക്കാൻ, പിങ്ക് കളറിലുള്ള കാർഡാക്കാനുള്ള ഓൺലൈൻ അപേക്ഷ വെക്കാവുന്നതാണ്. അത് ഡിസംബർ 25 വരെ സമയമുള്ളൂ. അതായത് 2024 ഡിസംബർ 25-നുള്ളിലാണ് അപേക്ഷ വെക്കേണ്ടത്. ഞാൻ ഇനി പറയാൻ പോകുന്ന അയോഗ്യതാ മാനദണ്ഡങ്ങൾ ഉള്ളവർ BPL കാർഡാക്കാനായിട്ട് അർഹരല്ല. അതെന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനാണെങ്കിൽ, അതേപോലെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിലുണ്ടെങ്കിൽ, പിന്നെ സർവീസ് പെൻഷനർ ആയിട്ടുള്ള ആൾ റേഷൻ കാർഡിലുണ്ടെങ്കിൽ, പിന്നെ നിങ്ങളുടെ വീട് 1000 അതിൽ കൂടുതലോ ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണെങ്കിൽ, പിന്നെ 4 അതിലധികമോ ചക്രവാഹനം ഉള്ളവരാണെങ്കിൽ, അതായത് സ്വയം ഓടിക്കുന്ന ടാക്സി ഒഴിച്ച്, പിന്നെ പ്രൊഫഷണൽസ്, അതായത് റേഷൻ കാർഡിൽ ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, നേഴ്സ് അങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി 1 ഏക്കർ സ്ഥലം അതിൽ കൂടുതൽ, 1 ഏക്കറോ അതിൽ കൂടുതലോ സ്ഥലമുണ്ടെങ്കിൽ, ST വിഭാഗത്തിന് ഇക്കാര്യം ബാധകമല്ല. അതായത് ST വിഭാഗത്തിന് 1 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിലും പ്രശ്നമില്ല. പിന്നെ പ്രതിമാസ വരുമാനം, അതായത് NRIയുടേത് ഉൾപ്പെടെ പ്രതിമാസ വരുമാനം 25,000 രൂപയിൽ കൂടുതൽ ഉള്ളവരാണെങ്കിൽ, അതായത് ഇത്രയും കാര്യങ്ങൾ ഉള്ളവർ BPL റേഷൻ കാർഡാക്കാൻ അർഹരല്ല. അപ്പം അങ്ങനെയുള്ളവർ ഈ അപേക്ഷ വെക്കാനായിട്ട് നോക്കുകയേ വേണ്ട. ആർക്കൊക്കെയാണ് BPL റേഷൻ കാർഡാക്കാൻ അർഹതയുള്ളതെന്ന് നോക്കാം. 1. ആശ്രയ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർ, പിന്നെ പട്ടികജാതി പട്ടികവർഗം ഈ വിഭാഗത്തിൽപ്പെട്ടവർ, മാരകമായ രോഗങ്ങളുള്ളവർ, ഭിന്നശേഷിക്കാർ ആരെങ്കിലും കാർഡിലുണ്ടെങ്കിൽ അത് പറ്റും. അതുപോലെ നിർധനയും നിരാലംബിയുമായ സ്ത്രീ, ഗൃഹനാഥിയായ കുടുംബം, പിന്നെ വിധവ, അതായത് 25 വയസ്സിന് മുകളിൽ പ്രായമായ പുരുഷന്മാരില്ലാത്ത കാർഡായിരിക്കണം. പിന്നെ അതുപോലെ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തവർ, അങ്ങനെയുള്ളവർക്കും അർഹതയുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് നോക്കാം. ആശ്രയ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം. ഗുരുതര മാരക രോഗങ്ങളുള്ളവരാണെങ്കിൽ ചികിത്സാ രേഖകളുടെ പകർപ്പുകൾ അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുതലായവ ഉപയോഗിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ തഹസീൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ഗൃഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, നിലവിലെ പെൻഷൻ രേഖകൾ മുതലായവ വയ്ക്കാം. സ്വന്തമായി സ്ഥലമില്ലാത്തവരാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. 2009 BPL പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ BPL പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം ഉപയോഗിക്കുക. ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രം. റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയ വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ വളരെ ഉയർന്ന വരുമാനമാണ് കിടക്കുന്നത്, പക്ഷേ വില്ലേജിൽ നിന്ന് ഇതിലും താഴ്ന്ന വരുമാനത്തിലുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുണ്ടെങ്കിൽ ആ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ വയ്ക്കാനായി ഉപയോഗിക്കാം. റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള കെട്ടിട വിസ്തീർണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന സാക്ഷ്യപത്രം ഉപയോഗിക്കാവുന്നതാണ്. 2009 BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം ഉപയോഗിക്കാം. സ്വന്തമായി വീടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭവനരഹിത സാക്ഷ്യപത്രം ഉപയോഗിക്കാം. ഭിന്നശേഷി ഉള്ളവരാണെങ്കിൽ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഉപയോഗിച്ച് BPL കാർഡാക്കുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് വയ്ക്കാവുന്നതാണ്. ഡിസംബർ 25 വരെ സമയമുള്ളൂ. അവസാന ദിവസമാവാൻ കാത്തിരിക്കേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ചിലപ്പോൾ എല്ലാം കയ്യിലുണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അത് പഞ്ചായത്തിലോ വില്ലേജിലോ അങ്ങനെയൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷ വെച്ചെടുത്തിട്ട് വേണമായിരിക്കും വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഡിസംബർ 25 വരെ സമയമുള്ളൂ. ഇത് ഇപ്പോൾ ഈ 25-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഇങ്ങനൊരു അപേക്ഷ വയ്ക്കാനുള്ളൊരു സമയം അവർ തരുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ 2023 ഒക്ടോബറിൽ ഒരു അപേക്ഷ വയ്ക്കുന്ന സമയം വന്നതാണ് ഇതുപോലെ BPL ആക്കുന്നത്. അതിനുശേഷം പിന്നെ വന്നത് ഈ 2024 ഡിസംബറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ളവർ ഇത് എല്ലാ സർട്ടിഫിക്കറ്റുകളും അടക്കം ഓൺലൈനായിട്ട് അപേക്ഷ വയ്ക്കേണ്ടതാണ്.